അങ്ങനെ കൂന് പറിക്കുകയാണ്. എന്താ 2 കൂനിട്ടി. അപ്പോളേ ഇന്നല്ല, ഇപ്പൊ കർക്കിടക മാസമാണല്ലോ. ഇന്ന് എത്രയമ്മ കർക്കിടക മാസം? അമ്മക്കറിയില്ല. അമ്മ നിന്നെ വിളിച്ചങ്ങാണ്ട് പറഞ്ഞു പിന്നെ ഈ കർക്കിടക മാസമല്ലേ, പത്തല കൊണ്ട് പത്തലത്തോര ഉണ്ടാക്കണ്ടേ, പത്തലക്കറി ഉണ്ടാക്കണ്ടേ പറഞ്ഞു വിളിച്ചു. അപ്പം അമ്മ ഇവിടെ കുറേ പത്തല പത്തല കർക്കിടക മാസത്തിൽ അങ്ങനെയാണ്. അപ്പം അമ്മ പറിച്ചതാണ് മത്തൻ്റെ ഇല ഒരൈറ്റായിട്ടോ. പിന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, ഉമ്മ ഉണ്ടാക്കിയതാണ്. ഇത് ചീരൻ്റെ ഇല, പച്ചച്ചീര. പിന്നെ ഇതാക്കണ് മുളകിൻ്റെ ഇല, ഇതൊക്കെ ഞങ്ങളെ വീട്ടിലുള്ളതാണ്. പിന്നെ ഇതാക്കണ് കുമ്പളത്തിൻ്റെ ഇല, ഇത് ഇനിയുണ്ട്, ഒക്കെ കുറച്ച് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ഇതാക്കണ് മൈസൂർ ചീര എന്ന് പറയും, പച്ചച്ചീര, മൈസൂർ ചീര. പിന്നെ ഇതൊരു ചുമന്ന ചീരയാണ്. ഇത് ടേസ്റ്റ് കുറവാണെങ്കിലും നല്ല ഗുണമാണ്. പിന്നെ നാളികേരം പച്ചമുളകൊക്കെ ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് വെക്കും പോലെ വെക്കണം. പിന്നെ ചേനൻ്റെ ഇല കേട്ടോ. ഈ ചേനൻ്റെ ഇലയും ചേമ്പിൻ്റെ ഇലയൊക്കെ ആദ്യം വേവിക്കണം. ഇത് താളിൻ്റെ ഇല, ഈ താളിൻ്റെ ഇല 1, പിന്നെ പാൽച്ചേമ്പിൻ്റെ ഇല, അങ്ങനെ 9 ഐറ്റായി. പിന്നെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഉമ്മാൻ്റെ അടുത്തിട്ടോ. ഇഷ്ടം പോലെ മുരിങ്ങൻ്റെ ഇല ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ കൊല്ലവും ഇതുപോലെ ഉണ്ടാക്കലുണ്ട്, കഴിക്കലുണ്ട്. ഇവിടെ എന്താ പറയുക, ഉമ്മാൻ്റെ തൊടു കൂടെയൊക്കെ നിറച്ച് ചേമ്പ്, ചേന, മുളക്, മുരിങ്ങൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, താളൻ്റെ ഇല ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടാണെന്ന് ഞാനും ഉണ്ട്, എനിക്കും കൊണ്ടുപോകാനുണ്ട്. ഇവിടെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, ഓളും കൊണ്ടുപോകാൻ വന്നതാണ് കേട്ടോ ഇലകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ പത്തല കഴിക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് ഒരു ചീവീടുകളുടെ ഒരു മായാലോകം, അത് കാണിച്ചു തരാം. അങ്ങോട്ട് ഞാൻ കൂൺ തിരഞ്ഞു പോകുകയാണ് കേട്ടോ, കൂന്. അപ്പോൾ മിക്കവാറും എനിക്ക് കൂന് കിട്ടും, നാളെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും വരും. മുരിങ്ങൻ്റെ ഇല വേറെയുണ്ട്. ഇത് പാൽച്ചേമ്പ്, താളിൻ്റെ ഇല, ഇത് താളിൻ്റെ ഇല, ഇത് പാൽച്ചേമ്പ്, ചേനൻ്റെ ഇല, ഈ ഒരു ചീര, ഇതൊരു മൈസൂർ ചീര, ഇത് കുമ്പളത്തിൻ്റെ ഇല, ഓരോന്ന് കാണിച്ചു തരുന്നുള്ളൂ. മുളകിൻ്റെ ഇല, പച്ചച്ചീര, മത്തൻ്റെ ഇല, 10 ഐറ്റംസ് ഇലകൾ അയക്കണ്. 10 ഇല. ഇത് പത്തലത്തോരനാണ് വെക്കണത്. ആദ്യം എന്ത് ചെയ്യും, ചേനൻ്റെ ഇലയും താളിൻ്റെ ഇലയും ചേമ്പിൻ്റെ ഇലയും ചെറുതാക്കി നുറുക്കി പാലൊക്കെ അതിൻ്റെ ഒരു കറ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് നല്ലോണം വേവിച്ചതിന് ശേഷം ആണ് മറ്റുള്ള ഇലകൾ ഇടുക. ഏറ്റവും ലാസ്റ്റ് ഇതിലിടേണ്ട ഇലയാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് കേട്ടോ. ചീവീടിൻ്റെ സൗണ്ട് കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വലിയൊരു പറമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടൊരു വീടുണ്ട്. ഇതിൽ താമസം നിർത്തിയിട്ട് ഒരുപാട് കാലമായി. ഇവിടെയുള്ള അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ വേറെ സ്ഥലവും വീടൊക്കെ വെച്ച് മാറി താമസിച്ചു. തറവാട് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആരും നോക്കാനൊന്നും ഇല്ലയെന്ന് പറയും പോലെയാണ്. അപ്പോൾ ഞാനിതിലിങ്ങനെ വന്ന് നോക്കിയാൽ കണ്ടോ, ചീവീടിൻ്റെ സൗണ്ട് കേട്ടോളിയേ. കേൾക്കുന്നില്ലേ? ഈ കാട്ടിൽ നാടാണ്, വീടാണ്, ഈ വീട്ടിലെ പറമ്പാണ്. ചീവീട് കണ്ടോ. ആഹാ, എന്ത് സുന്ദരമായ സൗണ്ട്. ചീവീടിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചോളി. അപ്പോൾ എന്താ പറയുക കൂട്ടുകാരെ, എനിക്ക് ഇങ്ങനെയുള്ള സൗണ്ട് ഇനി കുറച്ചുകൂടെ രാത്രി ആകുമ്പോൾ ഇപ്പോൾ സൗണ്ട് നിന്നിട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താവുമെന്നറിയോ, നമ്മുടെ ആ തോട്ടിൻകരയിലൊന്ന് ചെന്നിരുന്ന് നോക്കണം. അതായത് ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനാവുമ്പോൾ, അല്ലെങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള തവളകളുടെയും ചീവീടിൻ്റെയും കരച്ചിൽ, വീണ്ടും ചീവീടിൻ്റെ സൗണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ? അതാണ് ഈ പ്രകൃതി രമണീയമായ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ടൗണിലും ഒന്നും ഇതുപോലുള്ള സൗണ്ടുകളൊന്നും കേൾക്കാൻ കഴിയില്ല. കാരണം അവിടെ ഇലകളില്ല, മരങ്ങളില്ല, മണ്ണില്ല. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സൗണ്ടുകൾ കേൾക്കൂല. അപ്പോൾ ആ സൗണ്ട് പിന്നെ വരികയാണ്. വന്നു.
കണ്ടോ? നിങ്ങളൊക്കെ ഇതിൻ്റെ സൗണ്ട് കേട്ടവരാവും. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്നറിയോ? കൂന് തിരഞ്ഞ് വന്നതാണ്. അപ്പോൾ 2-3 കൂന് ഞാനവിടെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറിച്ച് കാണിച്ചു തരാം കേട്ടോ. അത് സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മലക്കൂനുണ്ടല്ലോ, വെയിലൊക്കെ അരച്ച് കഴിയുമ്പോൾ ചെമ്മലക്കൂന് കിട്ടും. അപ്പോൾ ആ ചെമ്മലക്കൂനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറിച്ച് കാണിച്ചു തരാൻ പോണത്. ഒരു വലിയൊരു കൂനും കണ്ടിട്ടുണ്ട്, ചെറിയ 2 കൂനും കണ്ടിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഞാൻ പറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതാ നമ്മുടെ ചീവീടിൻ്റെ സൗണ്ട് പിന്നെ വന്നു. എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സന്ധ്യ ആകാൻ നേരത്ത് ബാങ്ക് കൊടുക്കാനുള്ള ടൈമാവുമ്പോൾ നമ്മുടെ തോട്ടിൻകരയിൽ ഇരുന്നാൽ പല പല സൗണ്ടുകൾ കേൾക്കാം. അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. രാവിലെ കിളികളുടെ സൗണ്ട് രാവിലെ നമുക്ക് കേൾക്കാൻ പറ്റും. പല കിളികളുടെ സൗണ്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഞാൻ രാവിലെ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ ചീവീടിൻ്റെ സൗണ്ട് പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ അതാ ചീവീടിൻ്റെ സൗണ്ടൊക്കെ കൊണ്ട് എനിക്ക് കുറച്ച് കൂനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചെമ്മലക്കൂനാണ്, ശരിക്കുള്ള കൂനല്ല കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറിക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂനൊക്കെ കഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വിഷങ്ങളുള്ള കൂനുണ്ടാവും. കാരണം വിഷം ഉള്ളത് കഴിച്ചാൽ മരണം വരെ സംഭവിക്കും. അപ്പോൾ അതൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വേണം നമ്മൾ ഇതൊക്കെ കഴിക്കാൻ. അപ്പം അതിന് നല്ല എക്സ്പീരിയൻസ് വേണം, അതായത് നല്ല പരിചയം വേണം. അത് വിഷമില്ലാത്ത നല്ല കൂനാണെന്ന് മനസ്സിലായിട്ട് മാത്രമേ നമ്മളെ മക്കൾക്കൊക്കെ അത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്കത് നല്ല ഉറപ്പുണ്ട്, നമ്മുടെ കൂന് വിഷമില്ലാത്ത നല്ല കൂനാണെന്ന് നല്ല ഉറപ്പുണ്ട്. ഞാൻ കൂന് എന്നൊക്കെ പറയും. അപ്പോൾ കാട്ടിൽ നിന്ന് കൂനും കിട്ടി ഞാനിങ്ങനെ പോരുകയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള കാടാണ്, പ്രകൃതി രമണീയമായിട്ടുള്ള നാട്ടിലുള്ള കാടാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കൂനൊക്കെ കിട്ടി ഞാനിങ്ങനെ പോരുകയാണ് ഈ കാട്ടിൽ കൂടെ. അനിയത്തിൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ, അവളുണ്ട് ഇവിടെ. അവൾ കൂന് പറിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇയ്യും വാ, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്ത് കമൻറ്റ് ചെയ്യണം? നിങ്ങളൊക്കെ ഇങ്ങനെ കൂന് തിരഞ്ഞ് പോവലുണ്ടോ? ഇങ്ങനെ കിട്ടലുണ്ടോ? ഞാനെന്നും ഇങ്ങനെ പോരുമ്പോൾ ഒന്നും പിന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് തിരയുമ്പോൾ നമുക്ക് എന്തായാലും കൂനൊക്കെ കിട്ടും. പിന്നെ ഈ കാടിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ നമ്മൾ കൂനും തിരഞ്ഞ് ഒറ്റയ്ക്ക്, ഞാനിപ്പോൾ അനിയത്തിൻ്റെ മോളില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോരും കേട്ടോ, വേറെ കാര്യം. പക്ഷേ ഇന്ന് അനിയത്തിനെയും കൊണ്ടാണ്, അനിയത്തിൻ്റെ കുട്ടീനെയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വന്നതിൻ്റെ ശേഷം അവളെ വിളിക്കുക ചെയ്തത്. അപ്പോൾ അത് അത്രയും കൂന് കിട്ടി. അപ്പോൾ അതുകൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കട്ടെ.